അന്വേഷിച്ചപ്പോ പുറത്തു പോയെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എത്തിയിരിക്കും ഊഹിച്ചു. കാര്യങ്ങൾ പറഞ്ഞപ്പോ അച്ഛനും സമ്മതിച്ചു. അവസാനം അച്ഛൻ സമ്മതിച്ചോണ്ട് മാത്രമായില്ലല്ലോ. ഒരു മോഹത്തിന് അവസരം കൊടുത്ത് പിന്നെ ആളെ നിരാശപ്പെടുത്തുന്നത് ശരിയല്ല. ആ നിലവാരത്തിലുള്ള ഒരു പെൺകുട്ടിയായിട്ടല്ല ദേവിയെ പറ്റി എന്റെ സങ്കല്പം. ഞാൻ ആർക്കും ഒരു വാക്കും കൊടുത്തിട്ടില്ല. മരം ചുറ്റി പാടി നടന്ന് മോഹിപ്പിച്ചിട്ടുമില്ല. കുറെ കത്ത് വരുമ്പോ മറുപടി അയക്കും, വല്ലപ്പോഴും. അത് നാട്ടുമര്യാദ. ബന്ധുക്കളാവുമ്പോ പ്രത്യേകിച്ച്. സൂചനകൾ മനസ്സിലാവാത്ത പോലെ ഒഴുക്കൻ മറുപടി. ഞാൻ അറിഞ്ഞത്. ഓ, അങ്ങനെയാണോ? സംശയമുണ്ടെങ്കിൽ എല്ലാം പെറുക്കിയെടുത്ത് മുമ്പിൽ നിരത്താൻ പറഞ്ഞോളൂ ശിഷ്യനോട്. പക്ഷേ രാജന്റെ വിഷമവും അസ്വസ്ഥയൊക്കെ ആലോചിച്ച് എഴുതിയിരുന്നു. കുറച്ച് ഞാൻ നേരിൽ കണ്ടതുമാണല്ലോ. മോഹിക്കാൻ അവസരം കൊടുത്ത് എന്തോപ്പ പറഞ്ഞല്ലോ, അത് വേറെ ചിലർക്കും ബാധകമാണ്. എന്റെ വീട്ടിലേക്ക് ആദ്യം വന്ന ആലോചന വേറെയായിരുന്നു. നോക്കൂ, അത് ഞാൻ അവന്റെ മനസ്സറിയുന്നതിന് മുമ്പ് ഒരു ഭ്രാന്തൻ ചിന്ത വന്നപ്പോ മൈ മിസ്റ്റേക്ക്. ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. വെറും ഒരു ഭ്രാന്തൻ ചിന്ത മാത്രം? അത് കേട്ടപ്പോ ഒരു വരം കിട്ടിയ പോലെ, ഒരു ഈശ്വര നിശ്ചയം പോലെ. കുറച്ചെങ്കിലും സമയം മോഹമായി മനസ്സിൽ കൊണ്ടു നടന്ന ആൾക്കും വിഷമം തോന്നില്ലേ? അതൊരു സത്യമാണ്. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോ അർഹിക്കാത്താണെന്ന് തോന്നി. ഞാൻ അർഹിക്കാത്തത്. കുറച്ച് കാശുണ്ടാക്കി എന്നതൊഴിച്ചാൽ എനിക്ക് അഭിമാനിക്കത്തക്കതായി യാതൊന്നുമില്ല. കുടുംബം, പാരമ്പര്യം, തറവാടിത്തം എന്നൊക്കെ പറയുന്നതിൽ എന്തെല്ലാമോ ചിലതുണ്ട്. അത് സമ്മതിക്കാതെ പറ്റില്ല. രാജൻ. വേണ്ട, വിസ്തരിക്കണ്ട. വയ്യെന്ന് പറഞ്ഞു ഒഴിഞ്ഞു കഴിഞ്ഞു. അത് മനസ്സിലാവുന്നു. വേറെ ആര്, എന്ത് എന്നൊക്കെ നിശ്ചയിക്കുന്ന കാര്യം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാനുള്ള സന്മനസ്സെങ്കിലും വേണം. ഈ രാജൻ എനിക്കൊരു അനുജനെ പോലെയാ. അച്ഛനോട് പറഞ്ഞതൊന്നും ആവർത്തിക്കണ്ട, കേട്ടതാണ്.